വീണ്ടും ഒരു സിനിമ റിവ്യൂ ആണ്. ഈ അടുത്ത് റിലീസായ സംഭവം എന്ന ചിത്രം. സംഭവം അധ്യായം 1 അധ്യായം 2, 3 ഒക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംഭവം ഒരു സംഭവമാണ്. വളരെ മികച്ച ഒരു സിനിമകളിൽ ഒന്നാണ്. മലയാളത്തിലൊരു പക്ഷേ ഇതുപോലൊരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉള്ളത് മനോഹരമായിട്ട് എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. സമയദൈർഘ്യമില്ലാതെ കാര്യമാത്ര പ്രസക്തമായിട്ട് സിനിമയുടെ കസ്റ്റഡിയിൽ, എന്നാൽ പോലും ചെറിയ ഒരു ഇടയിലൊരു ചെറിയ ലാഗ്. ആ ലാഗ് വരുന്നത് ഇത് എന്താ പറയുക, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പലരും അവസരത്തിനത് ഉയർന്നിട്ടില്ല എന്നെനിക്ക് തോന്നി. പലരുടെ ഭാവങ്ങൾ പല സംഭവങ്ങളാണ് ഒരേ രീതിയിൽ ഒരേ പാറ്റേണിൽ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ 2-3 കാര്യങ്ങൾ ഇതിൽ അനാവശ്യമായ കലകടിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ സിനിമ രസകരമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗങ്ങൾ എന്താണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകാതെ ഒരു പ്രത്യേക ഒരു പോയിന്റിൽ അത് അവതരിപ്പിക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സും രണ്ടും ഗംഭീരം എന്ന് തന്നെയാണ് പറയാം. വളരെ ചിലവ് കുറഞ്ഞ് വളരെ ചുരുങ്ങിയ ബജറ്റിൽ എടുത്തിട്ടുള്ളൊരു ചിത്രം. ഇവിടെ പ്രശസ്തരായ നടന്മാരൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും പെർഫോമൻസ് ഒരു ആവറേജ് ലെവലിലേക്ക് ആണ് നിൽക്കുന്നത്. അതുമാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ക്യാമറ, എഡിറ്റിങ് എന്നീ സാധനങ്ങൾ ഗംഭീരമാണ്. പിന്നെയുള്ള ഒരു കാര്യം ഇതിൻ്റെ സംഗീതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്നുള്ളതിലേക്കാണ് ഏറെയൊന്നും വരുന്നില്ല. ഗംഭീരമായിട്ടുള്ള സംഗീതം എന്നൊന്നും പറയാനില്ല. പക്ഷേ എങ്കിലും സംഗീതം മുഴച്ചു നിൽക്കുന്നൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ സൗണ്ട്സ് റെക്കോർഡിങ് രസകരമായിട്ടുണ്ട്. തീമിന് കൊടുത്തിട്ടുള്ള ഒരു പുതുമ അത് എന്തായാലും രസകരം. സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇതിലുള്ള ഒരു പോരായ്മ ആദ്യമായി ഇവിടെ പറയാം. സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ടൈം ലൂപ്പാണ് സിനിമയിലെ പ്രമേയം. ഈ ടൈം ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രം മരിച്ച് രണ്ടാമത് ഇത് എടുക്കാനുള്ള ശ്രമമുണ്ട്. അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ്. എന്നാൽ തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് ഇത് ലൂപ്പ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ രക്ഷപ്പെടുത്തിയ ആൾക്കാർ കൂടി ആ ലൂപ്പിലേക്ക് വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് അയാൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെയാണ് പ്രേമം. പ്രത്യേകിച്ച് ഈ സിനിമയിൽ പീറ്റർ എന്നൊരു കഥാപാത്രം ഇതിൽ രക്ഷപ്പെടുന്നതായിട്ട് തുടക്കത്തിൽ കാണിക്കുന്നത്. രക്ഷപ്പെടുന്നതുകൊണ്ട് ഇവരെല്ലാവരും അയാളെ ഹോസ്പിറ്റലിലെത്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ലൂപ്പ് രണ്ടാമത് ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഈ പീറ്റർ നമ്മളതൊക്കെ പറഞ്ഞ കഥാപാത്രം മരിക്കപ്പെടുകയും ആ കഥാപാത്രം തിരിച്ച് ഈ ലൂപ്പിലേക്ക് തന്നെ കയറുന്നതായിട്ടും ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന വ്യക്തികളെല്ലാം ഈ ലൂപ്പിൽ വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വശമെന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ എങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതി രസകരമാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിലുണ്ടാകുന്ന കാര്യങ്ങളും അതിലുണ്ടാകുന്ന വ്യത്യസ്തതയും ഒക്കെ ശരിക്കും കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. വളരെ ചെറിയൊരു സിനിമയാണ്. അധികം പ്രഷറും ഉണ്ടായിരുന്നില്ല. സിനിമ ഇതായതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ അധികം ആളുടെ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ പുത്രൻ പറഞ്ഞു,
ഈ സിനിമയിൽ ഇത്രയെങ്കിലും ആളുണ്ടാവാൻ കാരണം ഇത് മലയാളത്തിൽ എടുത്തുകൊണ്ടാണ്. മറ്റു പല ഭാഷയിലോ ആയിരുന്നെങ്കിൽ ഇത് ഇത്ര പോലും ആൾക്കാരെ ആകർഷിക്കുമായിരുന്നില്ല എന്ന് അവൻ പറയും. ഇടയ്ക്ക് ക്യാമറ സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ലൂപ്പിംഗ് സംവിധാനം മലയാളത്തിൽ എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ചിത്രത്തിന് ഭംഗിയുണ്ട്. മലയാളി പ്രേക്ഷകരുടെ നിലവാരം സിനിമ സൂചിപ്പിക്കും. ഈ അടുത്ത് എക്കോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് മനോഹരമായ സിനിമ, ഇത്തരമൊരു സിനിമ ഒരുപക്ഷെ മലയാളത്തിൽ മാത്രമേ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നിയത് സത്യമാണ്. എക്കോ ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. പക്ഷേ അതുപോലെ വേറൊരു സിനിമ മലയാളത്തിൽ തന്നെ ഒരു സംഭവമാവുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. രസകരമായൊരു സിനിമയാണ്. നിങ്ങൾ സാധാരണ കാണുന്ന സിനിമയുടെ പാറ്റേണ് അല്ല, വേറൊരു രീതിയിലുള്ള സിനിമയാണ്. സിനിമ തീർച്ചയായിട്ടും ചിന്തിക്കാനുള്ള ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ ചിന്തിക്കാൻ തയ്യാറുള്ള ഈ ടൈം ലൂപ്പിനെ കുറിച്ചൊക്കെ താല്പര്യമുള്ള വ്യക്തികൾക്ക് രസകരമായി തോന്നുന്ന ഒരു സിനിമയാണ്. ഇന്നത്തെ കാലത്ത് യുവാക്കൾക്ക് കൂടുതൽ രസകരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ ഇത്തരം സിനിമകളും സീരീസുകളൊക്കെ, ഹോളിവുഡ് സീരീസുകളൊക്കെ കാണുന്ന ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ചൂട് പിടിച്ചിട്ടുള്ളൊരു സിനിമയുമാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ മനോഹരമായി എടുത്തിട്ടുള്ള സിനിമ. അതിൽ പോരായ്മകളുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് മികച്ച സിനിമ തന്നെയാണ്. കാണാം, ധൈര്യമായിട്ട് കാണാം. പ്രത്യേകിച്ച് ഈ ടൈം ലൂപ്പൊക്കെ താല്പര്യമുള്ള വ്യക്തികൾക്ക് ധൈര്യമായിട്ട് കാണണം. ഇത്തരത്തിലും സിനിമകളുണ്ട് മലയാളത്തിൽ എന്ന് മനസ്സിലാക്കണം. ഇതാണ് ശരിക്കും സിനിമയിലുള്ള കേരള സ്റ്റോറി.